ഓൾറെഡി പ്ലേസ്ഡായ കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് വരുന്നത് നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്താണ്. ചെസ്സി വിളിച്ചത്, അതായത് നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 5 മിനിറ്റ്സ് വേണം. ഏകദേശം 200 മീറ്റർ അകലെയാണ്. ഇതാണ് നമ്മുടെ ക്ലാസ് റൂം 1. ഇവിടെ നെബോഷ്, അയോഷ് അതുപോലെ ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. മെഡിക് ഫസ്റ്റ് എയ്ഡ് ഞാനിവിടെ ചെയ്യുന്നത് മെഡിക് ഫസ്റ്റ് എയ്ഡും കൂടാതെ അയോഷ് മാനേജ്മെൻറ്റ് സേഫ്റ്റി. ഞാൻ ഓൾറെഡി നെബോഷ് പാസ്സായതാണ്. ഇവിടെ അഡ്മിനിസ്ട്രേഷനാണ് വരുന്നത്. ക്ലാസ്സൊക്കെ ഇവിടെ എടുക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ സാർ? ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ടാണ്. ബ്ലോഗിങ്ങിന് വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ്. പുള്ളി പറഞ്ഞായിരുന്നു ഓണർ. സാർ പഠിപ്പിച്ചു, കുഴപ്പമില്ല. ഇത് നെബോഷിൻ്റെ ക്ലാസ് അല്ലേ? നെബോഷ് അയോഷ QA/QC ഇലക്ട്രിക്കലാണോ? ഇത് ഇലക്ട്രിക്കൽ ക്ലാസ്സാണ്. ജസ്റ്റ് സാർ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാനാണ്. ഞാനിവിടെ സ്റ്റുഡൻ്റായിരുന്നു, മെഡിക്കൽ ഫസ്റ്റ്. ജസ്റ്റ് എടുത്തോട്ടെ. സാറിൻ്റെ പേരെന്തായിരുന്നു? ബിജു. ഓക്കെ, ബിജു സാറാണ് നമ്മുടെ നെബോഷിൻ്റെ ക്ലാസ്സൊക്കെ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഓൾറെഡി എല്ലാവരും IGCൻ്റെ സ്റ്റുഡൻ്റ്. നെബോഷ് IGC ജസ്റ്റ് ഒന്ന് പേര് പറയുമോ? എവിടെ നാട്ടിൽ? ഓക്കെ, എല്ലാവരും ഒന്ന് പേരും എവിടെ നിന്ന് വരുന്നു, ഏതോ കോഴ്സ് എല്ലാം സെയിം അല്ലേ? നെബോഷ് മലപ്പുറം, അഫ്സൽ കോഴിക്കോട്, ആദിൽ ഷാ പ്രണവ് കൊല്ലം, വാജിദ് മലപ്പുറം, വസന്തകുമാർ തിരുനെൽവേലി, അരുൺ എറണാകുളം, അൻസിൽ ട്രിവാൻഡ്രം, ഫർഹാൻ മലപ്പുറം. ബ്രോ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ അറിഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചാനലിൽ കണ്ടിട്ട് വന്നത് അറിയാം. ഇവിടെ ഞാൻ മുന്നേ 2015 നെബോഷ് പാസ്സായതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നില്ല. സാറൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആർബിറ്റ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇല്ല. ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോസ് ആയി. ആ ടൈം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു അത്, ആർബിറ്റ് എന്ന് പറയും. പക്ഷേ അതിപ്പോൾ ഓൾറെഡി ഇല്ല. ഞാൻ ശേഷം ഇവിടെ വെച്ചാണ് അയോഷ് മാനേജ്മെൻറ്റ് സേഫ്റ്റിയും അതുകൂടാതെ നമ്മുടെ മെഡിക് ഫസ്റ്റ് എയ്ഡും സാറിൻ്റെയാണ് ക്ലാസ് എടുത്തിരുന്നത്. ബെസ്റ്റ് ക്ലാസ്സാണ് സാർ. ഞാൻ BTech ഗ്രാജുവേറ്റാണ്. ഞാൻ BTechും +2ഉം SLC ഒക്കെ കഴിഞ്ഞിട്ടും പക്ഷേ എനിക്ക് സാറിൻ്റെ ക്ലാസ്സിൻ്റെ അത്ര ഫീൽ ആയ ഒരു ക്ലാസ് ഞാൻ ലൈഫിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്താണെന്നറിയില്ല, അത്ര വിഷയം. നമ്മൾ +2ലൊക്കെ ജസ്റ്റ് ഒന്ന് പറയും, പോയി പഠിച്ചോന്ന് പറയും. BTechലും അത് സെയിം തന്നെ, ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് പറയുമോ, അല്ലാതെ ആരും പഠിപ്പിക്കാൻ നിൽക്കത്തില്ല. കാരണം ഞാൻ ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്. എന്നിട്ട് പോലും അവിടെ ക്ലാസ്സൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ എടുക്കും, പോയിന്റ്സ് പറഞ്ഞു തരും. അത് നമ്മളോട് ചെയ്യുമോ പഠിക്കുമോ അവർക്ക് വിഷയമില്ല. കാരണം നമ്മൾ പാസ്സായാലും ഗവൺമെൻറ് അവർ ജോലിയൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു സാറിൻ്റെ. സാറ് ഞാൻ പഠിക്കുന്ന സമയത്ത് ആർബിറ്റർ ഉണ്ടായിരുന്നില്ല. അന്നേരം എനിക്ക് വേറൊരു സാറേ ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് ക്ലാസ് അത്ര നന്നായിട്ട് തോന്നിയില്ല. ആ സമയത്ത് സാർ എനിക്ക് തോന്നുന്നു കുവൈത്തിലോ ഖത്തറിലൂടെ ക്ലാസ് എടുക്കുകയാണ്. കാരണം ആർബിറ്റിന് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട്, പുറത്തൊക്കെ ബ്രാഞ്ചിലെ ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷേ അവരുടെ മാനേജ്മെൻറ്റ് മിസ്മാനേജ്മെൻറ്റും അത് ഇൻസ്റ്റിറ്റ്യൂട്ട് പൊട്ടിപ്പോയി. പക്ഷേ കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചു. ലാസ്റ്റാണ് ഞാൻ ഇവിടെ HSC ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് അത്ര ഇതായില്ല. ഞാൻ തിരിച്ചു പോയി. ഓണറെ കോൾ ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും കൂടി വന്നിട്ട് ക്ലാസ് നിനക്ക് പറ്റുവാണെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞത്. പറ്റുമെങ്കിൽ എടുത്താൽ മതി. ഞാൻ അവിടെ വന്ന് നോക്കുമ്പോൾ സാറിനെ എവിടെയോ കണ്ടതായിട്ട് എനിക്ക് തോന്നി. സാറിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉണ്ടപ്പോൾ ഒരു ലെക്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പുള്ളിയുടെ പേര് കണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ അറ്റൻഡ് ചെയ്തത്. ഞാൻ ഇപ്പോൾ ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ വന്നതാണ്. എൻ്റെ ഓൾറെഡി 2 സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി ഹാർഡ് കോപ്പി ഒന്നുമില്ല. ഹാർഡ് കോപ്പിന് അയോഷിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. നമ്മുടെ മെഡിക് ഫസ്റ്റ് എയ്ഡിൻ്റെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. സാറായിരുന്നു ക്ലാസ് എടുക്കുന്നത്. രണ്ടും ഒറ്റ ദിവസം കൊണ്ട് തന്നെ 2 ക്ലാസ്സും ഫുള്ള് കവർ ചെയ്തു. എക്സാം കഴിഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് വരും. അപ്പോൾ സാർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാനിവിടെ IGC ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ പല കോഴ്സസ് അതിനകത്ത് ട്രെയിനറാണ്. HSC വേൾഡിന് വേണ്ടി ഇപ്പോൾ ഞാൻ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങിയത് തന്നെ 2020 മുതലാണ്. അപ്പോൾ അതുമുതൽ എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ
ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, വേറെയും പല ഐഒഷ് അങ്ങനെ ഉള്ള ക്ലാസ്സസും കോഴ്സസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വരുന്ന സ്റ്റുഡൻസ് പല സ്ഥലങ്ങളിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവരൊക്കെ ഗൾഫിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു പ്രൊഫഷണൽ കോഴ്സാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി നല്ല രീതിയിൽ ഒരു കോഴ്സസ് പോകുന്നു എന്നുള്ള വിശ്വാസം, എൻ്റെ എഫേർട്ട് എന്നും ഉണ്ടാവും. ഞാൻ എല്ലാവർക്കും ഒരേ രീതിയിൽ എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാൻ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. താങ്ക് യു. എൻ്റെ ഈ കൊച്ചു എനിക്ക് ഇതിൻ്റെ ഓണറെ ജസ്റ്റ് കുറേ കോൺടാക്ട് ചെയ്ത്, ഞാൻ ചെറിയൊരു വ്ളോഗറായിരുന്നു മുന്നേ, എനിക്ക് നല്ലൊരു ചാനലൊക്കെ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. ഇത് പുതിയ തുടങ്ങിയൊരു ചാനലിന് വേണ്ടിയാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ വ്ളോഗ് പർപ്പസിന് വന്നതല്ല, പക്ഷേങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അത്രയും എനിക്ക് ട്രസ്റ്റഡായി തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം. നമുക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓയിൽ ആൻഡ് ഗ്യാസിന് വേക്കൻസി ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും 5 years എക്സ്പീരിയൻസാണ് ചോദിക്കുന്നത് ഓയിൽ ആൻഡ് ഗ്യാസിന്. പക്ഷേ കൺസ്ട്രക്ഷനിൽ കിട്ടും, നിങ്ങൾക്ക് ഫ്രഷറായാലും ഒരുപാട് ചാൻസസ് ഉണ്ട്. ഇവിടെ നമ്മുടെ എയിംസ് ഇൻ്റർനാഷണൽ അവിടെ വേക്കൻസി വരാറുണ്ട്, അതുപോലെ പേൾ ഇൻ്റർനാഷണൽ വരാറുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്രീ റിക്രൂട്ട്മെൻറ്റാണ്. ഫ്രീ റിക്രൂട്ട്മെൻറ്റ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. കാരണം സേഫ്റ്റിയുടെ ഒരുപാട് ചാൻസുള്ള മേഖലയാണ് സേഫ്റ്റി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വേക്കൻസിയുടെ ഞാൻ അറിയിക്കാം, എൻ്റെ ചാനൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇനി നെക്സ്റ്റ് ജർമ്മനിയിലേക്ക് പോവുകയാണ്. അത് വിസ പ്രോസസ്സിങ്ങിലാണ്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് കോഴ്സ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ 2015 അബോഷ് ഓൾറെഡി പാസ്സായത്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ടാണ് പോകുന്നത്, സേഫ്റ്റി ഫീൽഡിലല്ല. അവിടെ എത്തിയിട്ട് ചേഞ്ച് ചെയ്യും. BMW ആണ് കമ്പനി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ HSC വേൾഡിനെ കുറിച്ചുള്ള ഈ ഷോർട്ട് വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്.